ഞാനങ്ങനെ ഓർക്കുകയെ, പണ്ട് ഈ 2015 ലൈറ്റക്ക ഈ ഉടമ്പടിയും ലൈറ്റക്കായൻ്റെ പേർ റിക്വസ്റ്റ് ഒരുമിച്ചാണ് വന്നത്. എനിക്കിതേക്കുറിച്ച് രണ്ടിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലായിരുന്നു. അമ്മ പറഞ്ഞതുകൊണ്ട് ഞാൻ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുകയും പിന്നെ ആവശ്യമായ ഡിസ്കഷൻ നടത്തിയിട്ട് പെട്ടെന്ന് ലോഞ്ച് ചെയ്യണേ. ഇത് ഈ ലൈറ്റക്കായൻ്റെ പേർ റിക്വസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ തന്നെ കണ്ടുപിടിച്ചതാണ്. ചുമ്മാ കണ്ടുപിടിച്ചെന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ലിങ്ക് എൻ്റെ കിട്ടി. ആ ലിങ്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നി, ഇതുവഴി അമ്മയോട് ലോകത്തിൽ ഏത് അന്റാർട്ടിക്കയിൽ ഇരുന്നാലും ശരി, അവിടെയുള്ള ആൾക്കാർക്ക് ധ്യാനവും പ്രാർത്ഥനയും പള്ളിയും ഒന്നും ഇല്ലല്ലോ, അവർക്കൊരു വിഷമം ഉണ്ടായിക്കഴിഞ്ഞാൽ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട മാതാവിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയ ഈ ലിങ്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് കമ്പ്യൂട്ടർ എഞ്ചിനീയറിനോട് ഞങ്ങൾ ചോദിച്ചു. ഞാൻ ജോമോൾ പറഞ്ഞപ്പോൾ ജോമോൾ പറഞ്ഞ് ഇന്ന ആളോടൊക്കെ ചോദിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഡിക്സൺ എന്ന് പറയും, ഇപ്പോഴും അദ്ദേഹം തന്നെ നമ്മുടെ എഞ്ചിനീയർ. ഡിക്സൺ പറഞ്ഞ് നമുക്ക് ഇന്നൊരു രീതിയായിട്ട് അത് മോഡുലേറ്റ് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ മോഡുലേറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് സംഭവിച്ചത് നിങ്ങൾക്കറിയാമല്ലോ, ഈ ദൈവത്തിൽ ജീവിച്ച് കഴിയുമ്പോൾ നമ്മൾ ചെയ്യുന്നതെല്ലാം ദൈവം ശുഭമാക്കും. ഞാനിങ്ങനെ ഒരു ലിങ്ക് കൊടുത്തതേ ഉള്ളൂ, പക്ഷേ അയാളെ ചെയ്തത് വെട്ടിക്കെട്ട് സംഭവമാണ്. അതായത് നമ്മൾ ഉടമ്പടി കാലത്തിലാണ്, ഉടമ്പടിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും ദൈവമാണത് അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ചിട്ട് അത് ഇപ്പം നമ്മൾ അപ്പോൾ ആൾക്കാർ ചോദിക്കും പിന്നെ ഇങ്ങനെ അവിടെ അന്റാർട്ടിക്കയിലോ അമേരിക്കയിലൊക്കെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ കമ്പ്യൂട്ടറിട്ട് കളിപ്പിക്കുമ്പോൾ ഉടനെ ദൈവം ഉത്തരം പറയാനാണ്. അതെ, അത് ശരിയാണ്. ബുദ്ധി കൊണ്ട് മാത്രം ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രാപിക്കാൻ പ്രയാസമാണ്, തെറ്റില്ല. പക്ഷേ ദൈവത്തെ കൊണ്ട് ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരെ അടയാളങ്ങളിലൂടെയാണ് ജീവിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം വിസിബിളായിട്ടുള്ള കാര്യങ്ങളാണ്. അതാണ് ഈശോ പറഞ്ഞത്, വിശ്വസിക്കുന്നവർക്കെല്ലാം സാധ്യമാണ്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ നന്ദി. മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന. മർക്കോസ് 9:23. മർക്കോസ് 9:23. വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. എന്താ കാര്യം സാധിക്കാൻ കാരണം എന്താണ്? വിശ്വസിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ദൈവം അവന് എല്ലാം ശുഭമാക്കി കൊടുക്കും. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഉൽപ്പത്തി 39:23. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന ആരാധന. ഉൽപ്പത്തി 39:23. ജോസഫിനെ ഭരമേൽപ്പിച്ച ഒരു കാര്യത്തിലും കാരാഗ്രഹ സൂക്ഷിപ്പുകാരൻ ഇടപെട്ടില്ല. കാരണം കർത്താവ് അവന്റെ കൂടെ ഉണ്ടായിരുന്നു. അവൻ ചെയ്തതൊക്കെ കർത്താവ് ശുഭമാക്കുകയും ചെയ്തു. ഇതാണ് സംഭവം. ശുഭമാക്കേണ്ടത് ആരാണ്? അപ്പോഴ് നമ്മളല്ല, കർത്താവാണ്. നമ്മുടെ മുമ്പിലുള്ള എന്താണ്? വിശ്വാസം, പ്രത്യാശ, സ്നേഹം, സമർപ്പണം. നമ്മുടെ മുമ്പിലുള്ള എന്താണ്? നിങ്ങളെപ്പോഴും ചെയ്യേണ്ടത് നിങ്ങളുടെ അരുവ മൂർച്ചയുള്ളതാക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് തേച്ച് കൊടുക്കണം. എപ്പോഴും നമ്മൾ ഇപ്പോൾ കൊയ്യാൻ പോകണം. ഇപ്പോൾ കൊയ്ത്തില്ലെന്ന് വേണമെങ്കിൽ പറയും. ഇപ്പം മെഷീനാണ് കൊയ്യണത്. ഓക്കെ, അതിങ്ങനെ കൊയ്താൽ മതിയായിരുന്നു. കൊയ്ത കറ്റ് എടുക്കാൻ ആളില്ലാതെ നെല്ല് കുട്ടനാട്ടിൽ കിടന്ന് ചെയ്യണം. എന്തൊരു സങ്കടകരമാണ്. അത് നിരുത്തരവാദമാണ് ആ വിഷയങ്ങൾ. ഒത്തിരിയേറെ പേര് അതിൻ്റെ പേര് ശമ്പളം വാങ്ങിക്കുന്നുണ്ട്. പക്ഷേ നെല്ല് എടുത്തു മാറ്റാനും നിവൃത്തിയില്ല. പിന്നെ ഒരു ബഡ്ജറ്റ് തുക ഉള്ളതുകൊണ്ട് ഇവർക്ക് പൈസ കിട്ടുമായിരിക്കും. പക്ഷെ അത് ആർക്കും ഇല്ലാതെ മഴ നനഞ്ഞ് ചീഞ്ഞു പോകുമ്പോൾ എന്താ അവസ്ഥ? എന്താ ആ വാർത്തയെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നാറുണ്ട്. വളരെ സങ്കടകരമായ വിഷമം തോന്നാറുണ്ട്. ഏതായാലും രാജ്യത്തെ എല്ലാവരെയും ഇപ്പോൾ ആരുടെയും കുഴപ്പമില്ലത് നമ്മുടെ കെടുകാരസ്ഥയാണെന്ന് പറയാനും പറ്റത്തില്ല. നമ്മുടെ അവസ്ഥ അതാണ്.
ഈ ഒരു അവസ്ഥയ്ക്ക് ചേഞ്ച് ഉണ്ടാകണം. നിങ്ങൾ ഈ ഒരു കൈ ഉയർത്തിക്കൊണ്ട് രാജ്യത്തെ സമർപ്പിച്ചുകൊണ്ട് ശ്രുതിക്കട്ടെ ഹല്ലേലൂയ 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 ആരാധന ഹല്ലേലൂയ 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 ശിവല ഭരണ സംവിധാനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ശിവ പൊതുജനത്തിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണമേ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ കൊയ്യാൻ പോകുന്നവര്, നിങ്ങളാരും കൊയ്യാൻ പോകില്ലെന്ന് എനിക്കറിയാം, ഈ തലമുറയും കൊയ്ത് കാണത്തില്ല. പക്ഷേ കൊയ്യാൻ പോകുന്നവരെ കണ്ടിട്ടുണ്ടല്ലേ? കണ്ടിട്ടുണ്ടോ? കൊയ്യാൻ പോകുന്നവർ ആദ്യം എന്താ ചെയ്യണത്? അപ്പം നമ്മളെ വിളഞ്ഞ് കിടക്കുന്ന പാടശേഖരം കാണുമ്പോൾ തന്നെ അങ്ങോട്ട് ആന കരിമ്പിൻ കാട്ടിക്കറിയ പോലെ ചാടി ഇറങ്ങുകയാണ് ചെയ്യണത്? അല്ല, അവർ ഒന്ന് വീട്ടിലിരുന്ന് അല്ലെങ്കിൽ പാടത്തിൻ്റെ വരമ്പേ ഇരുന്നുണ്ട് ആ അരിവ അല്ലാണ്ട് മൂർച്ച വെച്ചിട്ട് കൈകൊണ്ട് തൊട്ട് നോക്കും, അല്ലേ? മൂർച്ച പരിശോധിക്കും, അല്ലേ? അതാണ് നമ്മളുടെ ഉടമ്പടിയുടെ കൊയ്ത്തിൻ്റെ കത്തി എന്ന് പറഞ്ഞാൽ 4 കത്തികളാണ് ഉപയോഗിക്കുന്നത്. എന്താണ്? വിശ്വാസം, പ്രത്യാശ, സ്നേഹം, സമർപ്പണം. ഇതിൻ്റെ മൂർച്ച ഇടയ്ക്കിടയ്ക്ക് കൂട്ടണം. അയ്യോ, ഇത് മൂർച്ചയെ കൂട്ടിക്കൊണ്ടിരുന്നാൽ കണ്ടവൻ കൊയ്തുകൊണ്ട് പോകുമെന്ന് നിങ്ങൾ പറയരുത്. ഇതിൻ്റെ മൂർച്ചയെ കൂട്ടിക്കൊണ്ടിരുന്നാലേ കണ്ടവൻ കൊയ്തുകൊണ്ട് പോകുമെന്ന് പറയരുത്. എന്താ ചെയ്യേണ്ടത്? നല്ലവണ്ണം കൊയ്യണമെങ്കിലും ഇതിൻ്റെ മൂർച്ച ഉണ്ടാകണം. അപ്പോൾ കൊയ്ത്ത് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ ഭാഗം തന്നെയാണ് മൂർച്ച പരിശോധനയുള്ളത്. കൊയ്ത് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ ഭാഗം തന്നെയാണ് മൂർച്ച പരിശോധന. അപ്പം നമ്മളുടെ ഉടമ്പടി വച്ചിരിക്കുന്ന ഉദ്യമങ്ങളും നിയോഗങ്ങളുടെ തന്നെ ഭാഗമാണ് നമ്മുടെ വിശ്വാസം പരിശോധിക്കുക എന്നുള്ളത്. വിശ്വാസം പരിശോധിക്കാൻ ചിലപ്പോൾ ദൈവം തന്നെ ചില സമയത്ത് ചില അവസരങ്ങൾ തരും. ചിലപ്പോൾ വിഷയം ലാഗ് ആയിപ്പോകും, അല്പം ദീർഘിച്ചു പോകും. അപ്പോൾ നിങ്ങൾ മനസ്സിടിയാതെ, മനസ്സ് മടിയാതെ കാത്തിരിക്കണം. എന്താ കാര്യം? എന്നിട്ട് നിങ്ങൾ ഒന്നും സംഭവിക്കാത്ത പോലെ ഉടമ്പടിയുമായിട്ട് മുന്നോട്ട് പോകണം. ഒന്നും സംഭവിച്ചിട്ടില്ല, നമുക്കറിയാം സംഭവം താമസിക്കുന്നുണ്ടെന്ന്. നിങ്ങളുടെ വിസ വരാൻ താമസിക്കുന്നുണ്ട്, ഓഫർ ലെറ്റർ വരാൻ താമസിക്കുന്നുണ്ട്, പരീക്ഷ, നിങ്ങളുടെ പല കാര്യങ്ങളും താമസിക്കുന്നുണ്ട്. പക്ഷേ ആ സമയത്തൊക്കെ നിങ്ങളുടെ എഴുന്നേക്കാൻ താമസിച്ചു, പ്രാർത്ഥന ചെല്ലാൻ താമസിച്ചു, അതുപോലെ തന്നെ പത്രം കൊടുക്കാൻ താമസിച്ചു, രോഗികളെ കാണാൻ താമസിച്ചു. അങ്ങനെ വരരുത്. ഉടമ്പടി വിഷയങ്ങൾ താമസിക്കുമ്പോഴും ആസിഫ് നത്തിങ് ഹാപ്പൻ എന്ന രീതിയിൽ ഒന്നും സംഭവിച്ചിട്ടുള്ള രീതിയിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. അപ്പോൾ എന്താണ്? നിങ്ങളുടെ മൂർച്ചയുള്ളവരായി നിങ്ങൾ മാറും. നിങ്ങളുടെ വിശ്വാസത്തിൽ ഓക്കെയാണ്, പ്രത്യാശയിൽ ഓക്കെയാണ്, അത് സമർപ്പണത്തിൽ ഓക്കെയാണ്, നിങ്ങൾ ബലിഷ്ഠരാണ്. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ.